വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് അല്ലേ? നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിനെ കുറിച്ചിട്ടാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷന്, അതുപോലെ തന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്, ലോങ് റൺ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? സോ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? സോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ല, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിനാണ് നമ്മൾ ആക്ച്വലി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതെന്താണ്? ടൈം ഡ്യൂറേഷൻ്റെ ബേസിലാണ് കേട്ടോ. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ 1 വർഷത്തേക്കുള്ളതാവാം, അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ളതാവാം. അങ്ങനെ നിശ്ചിത ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് റണ്ണും, ഒന്നെന്ന് പറയുന്നത് ലോങ് റണ്ണും ആണ്. ഷോർട്ട് റൺ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് റൺ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി എന്താ വരുന്നത്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി അറിയാമെന്നുള്ളത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പോവാം അല്ലേ? സോ നമ്മളൊരു പ്രൊഡ്യൂസർ എടുക്കണം. അതായത് നമ്മൾ പ്രൊഡ്യൂസറിനെ കുറിച്ചിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറിനെ എടുക്കണം. അപ്പോൾ പ്രൊഡ്യൂസർ ഒന്നിക്കൽ എന്ത് ചെയ്യാം? ഒരു 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ആയിരിക്കാം ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് റൺ എടുക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ലോങ് റൺ അല്ലേ? അപ്പോൾ പ്രൊഡ്യൂസർ എന്തായിരിക്കും? ഒരു 5 ഇയേഴ്സിനോ അല്ലെങ്കിൽ 10 ഇയേഴ്സിനോ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യാം? പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. സോ പ്രൊഡ്യൂസർ റിയലൈസ് ചെയ്യാണ് പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡക്റ്റിന് നമ്മുടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് പ്രൊഡ്യൂസർ റിയലൈസ് ചെയ്യാണ്. സോ നല്ല ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ നോക്കും. ഈ ഔട്ട്പുട്ട് കൂടാ എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? നമ്മൾ ഇൻപുട്ട് കൂട്ടണം. ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ ഇൻപുട്ട് കൂട്ടണ്ടേ? ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതല്ലേ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ വിചാരിക്കുകയാണ് പ്രൊഡ്യൂസറിൻ്റെ ആ ഒരു കമ്മോഡിറ്റിക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഔട്ട്പുട്ട് കൂട്ടാൻ പ്രൊഡ്യൂസർ നോക്കും. കാരണം ഔട്ട്പുട്ട് കൂടുതലാക്കി കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് പറ്റും? പ്രൊഡ്യൂസറിന് പറ്റും. നല്ല ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ ഹയർ പ്രൈസിൽ കൂടുതൽ സാധനം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അതുവഴി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? നമ്മുടെ പ്രൊഡ്യൂസർക്ക് പറ്റും. സോ ഒബ്വിയസ്ലി ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് കൂട്ടണം. സോ ഈ ഒരു റിട്ടേൺ ടു സ്കെയിൽ എന്താണ് പറയുന്നത്? ഒരു പ്രൊഡ്യൂസർ ഇൻപുട്ട് കൂട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ ഔട്ട്പുട്ട് കൂടും. എന്നാൽ ഈ ഔട്ട്പുട്ട് കൂടുന്നത് മെയിൻലി 3 കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും. ആ ഒരു 3 കണ്ടീഷൻസ് ആണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഓർത്ത് വെക്കേണ്ടത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒബ്വിയസ്ലി ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഇൻപുട്ട് കൂട്ടണം. എന്നാൽ ഈ ഒരു ഇൻപുട്ട് കൂട്ടുമ്പോൾ ചിലപ്പോൾ അതേ പ്രൊപ്പോർഷനേറ്റിലായിരിക്കില്ല ചിലപ്പോൾ ഔട്ട്പുട്ട് കൂടുന്നുണ്ടാവുക. പല സ്റ്റേജിലൂടെയും എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് കൂടാം. സോ ഏതൊക്കെ സ്റ്റേജിലൂടെ ആയിരിക്കും ഈ ഔട്ട്പുട്ട് കൂടാ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നോക്കല്ലേ? ദെൻ ഓക്കെ, എന്താണ് നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ നോക്കാൻ പോകുന്നത്? ദ ബിഹേവിയർ ഓഫ് ദി പ്രൊഡക്ഷൻ ഓർ റിട്ടേൺസ് വെൻ ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ ആർ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ദി സെയിം പ്രൊപ്പോർഷൻ. അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താണ്? പ്രൊഡ്യൂസറുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എല്ലാം ചേഞ്ച് വരുത്താൻ പറ്റും. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്താണ്? ചേഞ്ച് വരുത്താൻ പറ്റും. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആണ്. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാം? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലും ചേഞ്ച് വരുത്താം. ദാറ്റ് മീൻസ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഒരേ സമയം ചേഞ്ച് വരുത്താണെന്ത്? ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? എന്ത് മാറ്റമായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ബേസിക്കലി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് 3 ആയിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. രണ്ടാമത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഏറ്റവും ഫൈനലായിട്ട് ഡിക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. സോ ഈ ഒരു 3 കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ള എനിക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ? ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. എന്താ പറയുന്നത്? If the proportional change in the output of the organization is greater than the proportional change in the input, the production is said to be reflect increased returns to scale.
അതായത് ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻപുട്ടിൽ ഉണ്ടാവുന്ന പ്രൊപ്പോർഷണൽ ചേഞ്ചിനെക്കാട്ടും കൂടുതൽ ഔട്ട്പുട്ടിൽ ഇൻക്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ക്ലിയർ അല്ലേ? പിന്നെ എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഇൻപുട്ട് ഈസ് ഡബിൾ ആൻഡ് ദി ഇൻക്രീസ് ഇൻ ദി ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ഡബിൾ ഈസ് സെഡ് ടു ബി ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിൽ. ഒന്നുമില്ല, പ്രൊഡ്യൂസർക്ക് ഔട്ട്പുട്ട് കൂട്ടണം, അപ്പോൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൂട്ടാണ്. എന്നാൽ പ്രൊഡ്യൂസർ വിചാരിക്കുന്ന ഇത്ര ഇൻപുട്ട് കൂട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്, ബട്ട് അതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കൂടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഇത് മെയിൻലി ഹാപ്പൻ ആവുന്നത് ഇക്കണോമിക്സ് ഓഫ് സ്കെയിലിൻ്റെ ഫംഗ്ഷൻ പ്രകാരമാണ് ഇത് എന്താ ചെയ്യുന്നത്, മെയിൻലി ഹാപ്പൻ ആവുന്നത്. ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കോസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലാർജായിട്ട് എന്താണ് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ബൾക്കായിട്ട് എടുക്കും. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ റോ മെറ്റീരിയലിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റ് കുറഞ്ഞ് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്, അത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം എന്താണ് കോസ്റ്റ് സേവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ പണം സേവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല കോസ്റ്റും സേവ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ പ്രൊഡ്യൂസർക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടാവുന്നത്. സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, 10%, 20% നമ്മൾ എടുക്കാം. ദാറ്റ് മീൻസ് 10% ഇൻപുട്ടിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ 20% ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, അതിനെ ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അടുത്തെന്താ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ പറയുന്നത്. എന്താ പറയുന്നത്, if the production is said to be generate constant returns to scale when the proportionate change in the input is equal to the proportionate change in output. അതായത് എത്രയാണോ ഇൻപുട്ട് ചേഞ്ച് ആവുന്നത് അതേ അളവിൽ തന്നെ ഔട്ട്പുട്ട് ചേഞ്ച് ആവണേന് നമുക്ക് എന്ത് പറയാം, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പ്രൊഡ്യൂസർ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 10% ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഒബ്വിയസ്ലി 10% മാത്രമാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. പിന്നെന്താണ്, ഫോർ എക്സാമ്പിൾ വെൻ ഇൻപുട്സ് ആർ ഡബിൾ സോ ഔട്ട്പുട്ട് ഷുഡ് ഓൾസോ ബി ഡബിൾ ദെൻ ഇറ്റ് ഈസ് എ കേസ് ഓഫ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻപുട്ട് ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ആ സെയിം ഡബിൾ തന്നെ എന്താവാണ്, നമ്മുടെ ഔട്ട്പുട്ടും ഡബിൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ, ഡിക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ. എന്താ പറയുന്നത്, ഡിക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് റിഫേഴ്സ് ടു ദി സിറ്റുവേഷൻ വെൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ഇൻപുട്ട്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എന്തിൻ്റെ ബേസിൽ, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ലെസ് ദാൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. എന്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ, നമ്മുടെ ഇൻപുട്ടിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. ഇവിടെ ഡിക്രീസിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് കൂടുന്നത് കൊണ്ട് ഔട്ട്പുട്ട് കുറയുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ഇൻപുട്ട് കൂടുന്ന ആ ഒരു പെർസെൻറ്റേജിന് കുറവായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ വെൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഈസ് ഡബിൾ ബട്ട് ദി ഔട്ട്പുട്ട് ഇൻക്രീസ് ഇൻ ദി ലെസ് ദാൻ ഡബിൾസ് ദ റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് നോൺ ആസ് ഡിക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ. എന്താ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ 10%, 5% എടുക്കാം. അതായത് 10% നമ്മളുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇവിടെ ഡിക്രീസ് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് കുറയാന്നാണ്. ബട്ട് ഒരിക്കലും റിട്ടേൺസ് ടു സ്കെയിൽ ഔട്ട്പുട്ട് കുറയുന്ന കേസല്ല പറയുന്നത്, മറിച്ച് എന്താണ്, ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം കൂടുതൽ സെയിൽ ചെയ്യാൻ വേണ്ടി, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഇൻപുട്ട് കൂട്ടിക്കൊണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഔട്ട്പുട്ടും കൂടുമെന്നാണ് ആര് പറയുന്നത്, റിട്ടേൺസ് ടു സ്കെയിൽ പറയുന്നത്. എന്നാൽ ഏത് ശതമാനത്തിൽ കൂടും, ഏത് പ്രൊപ്പോർഷനേറ്റിൽ കൂടും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 3 ഡിഗ്രിയിൽ കണ്ടത്. ഒന്നാമത്തെ എന്താണ്, ഇൻക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിലാണ്. എന്താണ്, ഇൻപുട്ട് കൂടുന്നതിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനേറ്റിൽ ഔട്ട്പുട്ട് കൂടാം. രണ്ടാമത്തത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിലാണ്. ഇൻപുട്ട് കൂടുന്നതിൻ്റെ സെയിം പ്രൊപ്പോർഷനേറ്റിൽ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് കൂടാം. ഇവിടെ എന്താണ്, ഇൻപുട്ട് കൂടുന്നുണ്ട്, ബട്ട് ഔട്ട്പുട്ട് കൂടുന്ന സമയത്ത് ഇൻപുട്ട് കൂടുന്ന ശതമാനത്തിൻ്റെ കുറവായിരിക്കും ഔട്ട്പുട്ട് കൂടുന്നുണ്ടാവാം. ദാറ്റ് മീൻസ് 10% ഇൻപുട്ട് കൂടുന്ന സമയത്ത് ഓൺലി 5% മാത്രമായിരിക്കും ഔട്ട്പുട്ട് ഇൻക്രിമെൻ്റ് ഉണ്ടാവാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിക്രീസ് ഇൻ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ടോപ്പിക് ആയിരുന്നു. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നും കൂടെ റെഫർ ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്.